സുരേഷേ, നീ എവിടേക്ക് രാവിലെ? ടൗണിലേക്കാ. മോളുടെ പിറന്നാളാ. കേക്ക് ഓർഡർ ചെയ്യണം, കുറച്ച് സാധനങ്ങൾ മേടിക്കണം. എനിക്കറിയാം, നാളെയല്ലേ പിറന്നാള്. നിന്റെ മോളുടെ എൻ്റെ മോൻ്റെ ഒരു ദിവസമല്ലേ പിറന്നാള്, മറക്കാൻ പറ്റുമോ? നിനക്കേത് മോൻ? അതിന് നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അനിയത്തിയുടെ മോനായാലും അവനെനിക്ക് മോനെ പോലെ തന്നെ ഇല്ലടാ. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ. അച്ഛനില്ലാത്ത കുട്ടിയോ? അവന്റെ അച്ഛനല്ലേ ഗൾഫില്? അതെ, നാട്ടിലില്ലല്ലോ. അതാണ് നാട്ടിൽ അച്ഛനില്ലാത്ത കുട്ടി. നിനക്കറിയോ, അവൻ ആദ്യമായിട്ടാണ് എന്നോടൊരു ആഗ്രഹം പറഞ്ഞത്. അത് നടത്തി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ മുള്ളംകൊല്ലി വേലായുധ. നീ സങ്കടപ്പെടല്ലേ, നീ കാര്യം പറ. വേണ്ടടാ വേണ്ട, അവന്റെ ആഗ്രഹങ്ങള് എൻ്റെ കൂടെ മണ്ണടിഞ്ഞു പോട്ടെ. എടാ നീ കാര്യം പറ. എന്താ നിന്റെ കാര്യം? എന്താ പ്രശ്നം എന്താ? അവന്റെ പിറന്നാളിന് ഒരു കേക്കും പുതിയ ഷർട്ടും ചോദിച്ചു എന്നോട്. നിനക്കറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ എങ്ങനെ നിനക്ക് തരാൻ പറ്റുമോ 2000 രൂപ? എനിക്ക് നീ അല്ലാതെ ചോദിക്കാൻ വേറെ ആരാളെ? അടുത്ത ആഴ്ച തരില്ലേ? ഏട്ടന് ഇത്ര പാവായാലോ. ഒരാളെ ഒരു പ്രാവശ്യം പറ്റിക്കാൻ പറ്റും. ഏട്ടന് ഇതാളെ എത്രാമത്തെ പ്രാവശ്യം പറ്റിക്കണേ? ഇതിനു മുമ്പ് ഒരു 4000 കൊടുത്തില്ലേ? അതെന്തിനായിരുന്നു? ഹലോ, ദേ അമ്പലത്തിന്റെ അവിടെ ഉണ്ട്. അമ്പലത്തിന്റെ അവിടെ ഇരിക്കുന്നുണ്ട്. കാശ് റെഡിയാ, നീ ഇങ്ങടെ ആളെ വിട്. ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ അക്കൗണ്ടിൽ പൈസ വേണ്ടേ? അക്കൗണ്ടിൽ പൈസ ഇല്ല. കാശ് തരാം, നീ ആളെ വിട്. ഗൂഗിൾ പേ തന്നെ വേണോ? ആ ഞാൻ നോക്കട്ടെ. ക്യാഷ് റെഡിയാണ്. നീ നമ്പർ അടിക്ക്. ഗൂഗിൾ പേ എടുക്ക്. ആ നമ്പർ പറഞ്ഞോ. പറ. അടിക്കുന്നുണ്ട്. 6282672236. എടുക്കാൻ നോക്കട്ടെ. 6282672236. ആ മനസ്സിലായി. അരമന പറ അല്ലേ? അല്ല 5000 അടിക്ക്. സെൻഡ്. ആ കിട്ടിയോ? ആ ശരി. ആ ഓക്കെ. ക്യാഷ് ഉണ്ടായിട്ടും കാര്യമില്ല, സകലണത്തിന് ഗൂഗിൾ പേ മതി. ഈ കാശ് എവിടെ പിടിച്ചേ? പിന്നെ മറന്നു പോകും. ഇതിലിപ്പോ 1000 ഉണ്ട്, ബാക്കി 4000 വീട്ടിലെത്തിക്കും നാളെ രാവിലെ. അച്ഛനെ കണ്ടിട്ട് കുറെ കാലായി. നീ രമ്യോട് പറ 4 ദോശ കൂടുതൽ ഉണ്ടാക്കിയേക്കാൻ. ചേട്ടൻ വരണ്ടെന്ന് പറ. അല്ല ഇത് അപ്പൊ അതും പോയി. പിന്നെയും കൊടുത്തില്ലേ? അതെന്തിനായിരുന്നു? അത് സ്വാമിയേ, നിനക്കറിയാലോ എൻ്റെ പ്രശ്നങ്ങളൊക്കെ. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും നല്ലവനായ ആളെ തന്നെ നീ എനിക്ക് കാണിച്ചു തരണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭിക്ഷാടനം നടത്തി വേണം എനിക്ക് ഈ യാത്ര തുടരാൻ. സുരേഷ് സ്വാമി, ഒരു നേർച്ച ഉണ്ടായിരുന്നു. 10 പേരെടുത്തും ഭിക്ഷാടനം എടുക്കാമെന്ന്. 21-ാം തീയതി മല കയറും. സ്വാമിന്ന് തുടങ്ങാം. ഈ കാര്യത്തിന് മാത്രം കണക്ക് നോക്കരുത് സ്വാമി. അരവണ വീട്ടിലെത്തിക്കാം. അതിന് 4000. ദൈവമേ, അതും പോയി. നിങ്ങൾ വാ, തിരിച്ചു വാങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം. വണ്ടി എടുക്കൂ, പോവാ. ആ എവിടേക്കാ രണ്ടാളും കൂടി? ഇതാരിത് രമ്യോ? ഞാൻ ഇവന്റെ കൂടെ കണ്ടപ്പോ ഏതോ ചെറിയ കുട്ടിയെന്നല്ലേ വിചാരിച്ചേ. സുരേഷേ, നീ സൂക്ഷിച്ചോ. ഇങ്ങനെ പോയാ അച്ഛനും മോളാന്ന് നാട്ടുകാർ പറയും. ഇന്നലെ ഞാൻ രമ്യയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. എന്തായിരുന്നു, ടി വിയിൽ ഒരു സിനിമ കണ്ടപ്പോ
ഒരു നായികയില്ലടാ, എന്താണ് അനു, എന്തായിരുന്നു? അനു സിത്താര എല്ലാരും പറയാറുണ്ട്. അല്ല, രമ്യക്ക് സിനിമയിൽ നോക്കിക്കൂടെ? ഞാനിവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ നോക്കായിരുന്നു, വയസ്സായില്ലേ. എന്ത് വയസ്സ്? കൂടി വന്ന 20, അല്ല 22, അത് കൂടുതൽ തോന്നില്ല. സംസാരിച്ചു തന്ന് എൻ്റെ കാര്യങ്ങൾ മറന്നു. അല്ലെങ്കിലും ഈ സന്തോഷത്തിനൊക്കെ ഇത്ര ആയുസുള്ളൂ. എന്തു പറ്റി ചേട്ടാ? വീട് ജപ്തിയാ. ഇന്നും കൂടി അടവടച്ചില്ലെങ്കിൽ എൻ്റെ വയസ്സായ അമ്മയും കൊണ്ട് ഞാൻ എവിടെ പോകും? എത്ര അടക്കണ്ടേ? ഒരു 40,000 രൂപ വേണം. ഒരു കുറിയുണ്ട്, അടുത്ത മാസം കിട്ടും. എന്നാ ഇത് വെച്ചോ, എനിക്ക് അടുത്ത മാസം എടുത്തു തന്നാ മതി. എത്രയും പെട്ടെന്ന് എടുത്തു തരാം.